ചെങ്കടലിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു. അമേരിക്ക പറയുന്നത് അവർ യമനിലെ ഹൂതി കലാപകാരികളെ തടഞ്ഞു, ആഗോള കപ്പൽ ഗതാഗതം സംരക്ഷിച്ചു എന്നൊക്കെയാണ്. എന്നാൽ അവർ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു പുന്നാമ്പറ കഥ. ഇറാൻ്റെ പിന്തുണയുള്ള യമനിലെ ഹൂതികൾ 2023 ഒക്ടോബറിൽ ഗാസ യുദ്ധത്തിൻ്റെ പ്രതികരണമായാണ് ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയത്. അമേരിക്കൻ കപ്പലുകളും നാവികസേനയും അവർ ലക്ഷ്യമിട്ടു. ഇതിനെ ചെറുക്കാൻ 2025 മാർച്ച് 15 അമേരിക്ക ഓപ്പറേഷൻ റഫ് റൈഡർ ആരംഭിച്ചു. 1000-ലധികം വ്യോമാക്രമണങ്ങൾ യമനിൽ നടത്തി. ഹൂതികളുടെ ആയുധശേഖരങ്ങളും കേന്ദ്രങ്ങളും തകർത്തു. 100 കണക്കിന് ഹൂതി പോരാളികൾ കൊല്ലപ്പെട്ടു. വിജയം ഉറപ്പെന്ന് തോന്നി. പക്ഷേ അതൊരു മിഥ്യാധാരണ മാത്രമായിരുന്നു. ഹൂതികൾ പിന്മാറിയില്ല, അവർ തിരിച്ചടിച്ചു. അമേരിക്കയുടെ MQ-9 റീപ്പർ ഡ്രോണുകൾ ഹൂതികൾ തകർത്തു. ഓരോന്നിനും $30 മില്യൺ വിലയുള്ള ആക്രമണത്തിന് നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകൾ 7 എണ്ണം അവർ വെടിവെച്ചിട്ടു. അതായത് US-ന് $210 മില്യൺ നഷ്ടം. എന്നാൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് ചെങ്കടലിൽ നടന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ USS ഹാരിസ് ട്രൂമാൻ ഹൂതി ആക്രമണത്തിന് ഇരയായി. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പൽ ഒന്ന് വെട്ടിത്തിരിച്ചു. ആ സമയത്ത് $60 ബില്യൺ വിലയുള്ള ഒരു A-18 സൂപ്പർ ഹോണറ്റ് യുദ്ധവിമാനം കടലിലേക്ക് വീണു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അതുതന്നെ സംഭവിച്ചു. മറ്റൊരു A-18 ലാൻഡിംഗ് പിഴവിൽ കടലിൽ മുങ്ങി. 2 വിമാനങ്ങൾ $120 ബില്യൺ ഇപ്പോൾ ചെങ്കടലിൻ്റെ അടിത്തട്ടിലാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവികസേനയുടെ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയോടെയുള്ള 2 വിമാനങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു. യുദ്ധത്തിലല്ല, അബദ്ധത്തിലാണ് നഷ്ടപ്പെട്ടത്. ഓപ്പറേഷൻ റഫ് റൈഡറിനായി അമേരിക്ക $1 ബില്യൺ അധികം ചെലവഴിച്ചു. എന്താണ് ഫലം? നഷ്ടപ്പെട്ട വിമാനങ്ങൾ, തകർന്ന ഡ്രോണുകൾ, ഇപ്പോഴും വെടിവയ്ക്കുന്ന ഹൂതികൾ. ഇത് മാത്രമാണ് ഫലം. ഡൊണാൾഡ് ട്രംപ് ഇതൊരു പരാജയമാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹം പദ്ധതി അവസാനിപ്പിച്ചു. ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടാക്കി. ഹൂതികൾ കപ്പലുകൾ ആക്രമിക്കില്ലെന്ന് സമ്മതിച്ചു. ട്രംപ് ഇതിനെ ഒരു വിജയമായി വിശേഷിപ്പിച്ചു. അവർ കൂടുതൽ ബോംബിംഗ് ആഗ്രഹിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരു വിജയമല്ല, ഒരു താൽക്കാലിക വിരാമം മാത്രമാണ്. ഈ വെടിനിർത്തലിന് വലിയ വില നൽകേണ്ടി വന്നു. ഇസ്രായേലിനെ അമേരിക്ക അവഗണിച്ചു. വെടിനിർത്തലിന് ദിവസങ്ങൾക്ക് മുമ്പ് ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. ഇസ്രായേലിന് ഇത് വല്ലാത്തൊരു ചതിയായി തോന്നി. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഹൂതികൾക്കെതിരെ വർഷങ്ങളായി മില്യണുകൾ ചെലവഴിക്കുന്നവരാണ്. അമേരിക്ക സുഹൃത്തുക്കളെ കൈവിട്ടതായി അവരും കരുതി. ഹൂതികൾ ഈ അവസരം മുതലെടുത്തു. അമേരിക്കയെ വിശ്വസിക്കരുത്, അവർ അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നവരെ പോരാടുമെന്നും പ്രഖ്യാപിച്ചു. അപ്പോൾ അമേരിക്ക എന്താണ് നേടിയത്? ഹൂതികളെ തോൽപ്പിച്ചില്ല, ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തിയില്ല, സഖ്യേഷ്യയിലെ ആശ്വസിപ്പിച്ചില്ല. പകരം $1 ബില്യൺ ചെലവഴിച്ചു. വിലപ്പെട്ട ഡ്രോണുകൾ നഷ്ടപ്പെടുത്തി, നാവികസേനയെ നാണം കെടുത്തി. നിയന്ത്രിക്കാനാവാത്ത ഒരു യുദ്ധഭൂമിയിൽ നിന്ന് അവർ പിന്മാറുകയും ചെയ്തു.